ഞങ്ങൾ കഴിഞ്ഞ സാറ്റർഡേ വെസ്റ്റ് ഓക്ലൻഡിലുള്ള ഫെയറി ഫോൾസ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്ന തിത്തിരങ്കി എന്ന സബർബിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ഈ പറഞ്ഞ ഫെയറി ഫോൾസ് എന്ന സ്ഥലത്തേക്ക്. എന്ന് വെച്ചിട്ട് ഫെയറി ഫോൾസിൻ്റെ താഴെ വരെ ഒന്നും നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല. ഇറ്റ്സ് എ ലോങ് വാക്ക്. അപ്പോൾ ഈ 20 മിനിറ്റ്സ് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഒരു അപ്പർ കാർ പാർക്ക്, അതായത് ഫെയറി ഫോൾസ് അപ്പർ കാർ പാർക്ക് എന്ന് ടൈപ്പ് ചെയ്യണം ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു 45 മിനിറ്റ്സ് വോക്കുണ്ട് ഒരു സൈഡ്. അപ്പോൾ രണ്ട് സൈഡും കൂടെ 45 1 hour 30 മിനിറ്റ്സ് വോക്കുണ്ട്. ഈ സ്റ്റെപ്സ് ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് അടുത്തിടെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ടിമ്പർ കൊണ്ടുള്ള സ്റ്റെപ്സാണ്. അതിങ്ങനെ ഒരു ഫോറസ്റ്റിൽ കൊണ്ടുപോയി അത് കൺസ്ട്രക്ട് ചെയ്തത് നന്നായി അടിപൊളിയായിട്ടുണ്ട്. അത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ന്യൂസിലൻഡിൽ മിക്ക ട്രെയിൽസിലും, അതായത് നമ്മൾ ഫോറസ്റ്റ് വാക്കിനൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനൊരു സംഭവമുണ്ട്. നമ്മുടെ ഷൂസൊക്കെ നമ്മളൊന്ന് കഴുകിയിട്ട് വേണം പോകാനായിട്ട്. അത് ഇവിടെ ഒരു കൗറി ഡൈബാക്ക് എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ന്യൂസിലൻഡ് ഉണ്ടായ സമയം മുതലേ ഉള്ള ഒരു ന്യൂസിലൻഡിൻ്റേതായ ഒരു ന്യൂസിലൻഡിൽ കാണപ്പെടുന്ന ഒരു മരങ്ങളാണ് ഈ കൗറി ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പല ഈ ഇൻഫെക്ഷൻസും അതൊക്കെ കാരണം ഈ കൗറി ട്രീസ് ഇങ്ങനെ ചത്തുപോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിന് വലിയൊരു കാരണം ഇങ്ങനെ നമ്മളുടെ ഷൂസിലും ഒക്കെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഷൂസിൽ നമ്മൾ പോലും അറിയാതെ ഉള്ള എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാലൊക്കെ കഴുകിയിട്ട് വേണം, ഷൂസൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം നമ്മളെപ്പോഴും പോകാനും. അതേപോലെ തിരിച്ച് വാക്ക് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴും ഇതേപോലെ കഴുകിയിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഫെയറി ഫോൾസിൻ്റെ അവിടെ എത്തി. നല്ലൊരു ബ്യൂട്ടിഫുൾ വാട്ടർഫോളാണ് കേട്ടോ. ചെറിയ വാട്ടർഫോളാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടായിരിക്കാം ചെറിയ അധികം വെള്ളമില്ലാത്ത. ചിലപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ വെള്ളം കൂടുമായിരിക്കും, എനിക്കറിയില്ല. ബട്ട് ഇറ്റ് ഈസ് പെർഫെക്റ്റ് കേട്ടോ ടു ടേക്ക് എ ബാത്ത്. അപ്പോൾ അതായത് ആ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്ന് കിടക്കുന്നിടത്ത് ചെറിയൊരു ഇങ്ങനൊരു കുളം പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുളിക്കാനൊക്കെ നല്ല രസമാണ്. ഒരു എന്താ പറയുക, നാച്ചുറൽ സ്വിമ്മിങ് പൂള് പോലെ. അങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് രണ്ട് നാച്ചുറൽ സ്വിമ്മിങ് പൂൾസ് ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ പോയ ദിവസം കുറേ ആളുകളുണ്ടായിരുന്നു, വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. ഫെയറി ഫോൾസിലൊക്കെ പോയി തിരിച്ച് നടന്ന് ഇങ്ങനെ കാറൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഇത് കൊള്ളാട്ടോ, നല്ല സ്ഥലമാണ്. പക്ഷെ നല്ല വാക്കാണിത്. ഇത് തിത്തിരങ്കിയിൽ നിന്ന് 20 മിനിറ്റ്സ് ഡ്രൈവാണ്. ഇത് ഫെയറി ഫോൾസ് അപ്പർ കാർ പാർക്ക് എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് 20 മിനിറ്റ്സ് ഡ്രൈവ് നമ്മൾ എത്തിക്കണം. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു സൈഡ് 45 മിനിറ്റ്സ് വാക്കാണ്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 1.5 hours വാക്കാണ്. അപ്പോൾ അങ്ങോട്ട് ഫെയറി ഫോൾസിലേക്കുള്ള വാക്ക് ഫുൾ എന്താ പറയുക, ഡൗൺ ഹില്ലാണ്, ഇറക്കമാണ്. അപ്പം നടക്കാൻ എളുപ്പമാണ്. പക്ഷെ തിരിച്ചുള്ള നടത്തം ഫുൾ കയറ്റമാണ്. അപ്പോൾ കുറച്ച് നടക്കാനൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് വേണം വരാൻ. പക്ഷേ ഇറ്റ്സ് വർത്ത് ഗോയിങ്. ആ ഒരു ഫെയറി ഫോൾസും ആ ഒരു സംഭവമൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങളവിടെ കുളിക്കുകയൊക്കെ ചെയ്തു. അപ്പം കറക്റ്റ് ആ സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാട്ടർ വലിയ തണുപ്പുണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് മഴ ചാറി. ഞങ്ങൾ ശരിക്കും കറക്റ്റ് സമയത്ത് പോയതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റി. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ടയേർഡാണ്. കിഡ്സും നല്ല ടയേർഡാണ്. അപ്പോൾ ഞങ്ങളിനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.